വെള്ളാപ്പള്ളി നടേശൻ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് പിണറായി വിജയൻ്റെ മെഗാഫോണായിരുന്നു. പിണറായിക്ക് എന്തെങ്കിലും പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് വെള്ളാപ്പള്ളിയുടെ അടുത്ത് പറഞ്ഞ് വെള്ളാപ്പള്ളി അതിലൂടെ പരസ്യമായിട്ട് ഓരോന്ന് വിളിച്ച് പറഞ്ഞ് ശരിക്കും പറഞ്ഞാൽ വെള്ളാപ്പള്ളി മുഖ്യമന്ത്രിയും CPM എല്ലാം ബെട്ടിലാക്കിയിട്ടുണ്ടെന്നുള്ളതാണ് ഉറപ്പ്. ഇപ്പോൾ ഏതായാലും CPM തിരിച്ചറിഞ്ഞിരിക്കുന്നു, ഇനി വെള്ളാപ്പള്ളി വേണ്ട, എടുത്ത് വെളി കളയാൻ അവരിപ്പോൾ ഒരു ധാരണയായിട്ടുണ്ടെന്നാണ്. ഇനി വെള്ളാപ്പള്ളി കൂടെ നിർത്തേണ്ടതില്ല എന്നാണ് അവരുടെ തീരുമാനം. അതൊരു CPM കൂടെ ഒരു മാറ്റമാണ്. നേരത്തെ തന്നെ പറഞ്ഞായിരുന്നു, അതായത് CPM വേണ്ടി ആയിരുന്നില്ല വെള്ളാപ്പള്ളി സംസാരിച്ചിരുന്നത്, പിണറായി വിജയന് വേണ്ടി മാത്രമായിരുന്നു. ഇപ്പോൾ പിണറായി വിജയൻ്റെ കാലം CPM കഴിയുകയാണ്. നമ്മളെ കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വായിച്ചു നോക്കിയാൽ വ്യക്തമായിട്ടറിയാം, കഴിഞ്ഞ തവണ പാർട്ടിയാണ് തോൽപ്പിച്ചത് പിണറായി ആണെന്ന് കേന്ദ്ര കമ്മിറ്റി വളരെ കൃത്യമായി പറയുന്നു. നമ്മുടെ സംസ്ഥാനത്ത് അവർ വിശാല സംസ്ഥാന സമിതി വിളിക്കുന്നു. പല നേതാക്കളും പിണറായി വിജയൻ്റെ പ്രവർത്തനത്തിൽ പൂർണ്ണ അതൃപ്തിയാണ്. ഇപ്പം തന്നെ കഴിഞ്ഞ ദിവസം CPA പുള്ളി പരിഹസിച്ചതൊക്കെ CPM നേതാക്കൾക്ക് പോലും ഇഷ്ടപ്പെട്ടിട്ടില്ല. അങ്ങനെ ഒരു ഘട്ടത്തിൽ CPM കേന്ദ്ര കമ്മിറ്റിയുടെ രേഖയിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്, വെള്ളാപ്പള്ളിയെ പ്രതിരോധിക്കുന്നതിൽ തെറ്റുപറ്റി, വീഴ്ച പറ്റി. അത് ഈ മറ്റ് DYFI പോലുള്ള പ്രസ്ഥാനങ്ങളിലും എല്ലായിടത്തും ഈ ചർച്ചകൾ വന്നപ്പോൾ ഇയാളെ പേര് വന്നിട്ടുണ്ടായിരുന്നു. അതെ, അല്ല കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ വെള്ളാപ്പള്ളി നടത്തിയ ആരോപണങ്ങളെ പ്രതിരോധിക്കുന്നതിൽ നമുക്ക് വലിയ വീഴ്ച. മാത്രമല്ല വെള്ളാപ്പള്ളി അതിന് ന്യായീകരിക്കുന്ന രീതിയിൽ ചില നേതാക്കന്മാർ സംസാരിക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയെ അപമാനിക്കുന്ന വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനകളെ CPM പിന്തുണയ്ക്കുന്നു എന്നൊരു തോന്നലുണ്ടായതുകൊണ്ടാണ് ഈ മലബാറിൽ പൂർണ്ണമായും തകർന്നടിഞ്ഞു പോയത്. ഈവൻ പാലക്കാട് പോലും CPM അതിൻ്റെ ദോഷങ്ങളുണ്ടായി. ഈ മുസ്ലിം ലീഗിനെ ആണ് പറഞ്ഞെങ്കിലും അത് മുസ്ലിം സമുദായത്തെയാണ് ബാധിച്ചത്. ഈ വെള്ളാപ്പള്ളി പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളാപ്പള്ളിയുടെ ജന്മദിന ആഘോഷത്തിൽ വരെ പോയിട്ട് പിണറായി വിജയൻ വെള്ളാപ്പള്ളിയെ പുകഴ്ത്തുകയുണ്ടായി. അങ്ങനെയൊക്കെ വെള്ളാപ്പള്ളിയെ ന്യായീകരിച്ചതാണ് ഈ തോൽവിയുടെ ഒരു അടിസ്ഥാന കാരണമെന്ന് CPM കേന്ദ്ര കമ്മിറ്റി യോഗം തിരിച്ചറിഞ്ഞു. പ്രധാനമായിട്ട് ന്യൂനപക്ഷങ്ങൾ ആശങ്കയോടുകൂടിയാണ് ഈ വെള്ളാപ്പള്ളി എപ്പോഴും ഇട്ടുകൊടുക്കുന്നത്. കാരണം SNDP ജനറൽ സെക്രട്ടറി എന്ന് പറയുമ്പോഴേ ശ്രീനാരായണ ഗുരുദേവൻ സ്ഥാപിച്ച ജാതി ചോദിക്കരുത്, പറയരുത്, ചിന്തിക്കരുത് എന്ന് അടിസ്ഥാനപരമായ അതായത് മനുഷ്യ നന്നായാൽ മതി എന്ന് പറഞ്ഞ ആ പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരിക്കുന്ന ആൾ നിരന്തരം ജാതി പറഞ്ഞ് മറ്റൊരു അധിക്ഷേപിക്കാന്ന് പറയുന്നത്. അപ്പൊ ഈ ഷംസീറിനെയാണ് ഇപ്പം വെള്ളാപ്പള്ളി ഷംസീർ ഇങ്ങനെ ലീഗ് മനസ്സുള്ള ആളാണെന്നാണ് പറഞ്ഞത്. ഷംസീറിന് എന്താണ് ലീഗ് മനസ്സെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഷംസീർ SFIയുടെ സംസ്ഥാന നേതാവായിരുന്നു. ഷംസീർ സത്യം പറഞ്ഞാല് എത്തേണ്ട പദവിയിൽ എത്തിയില്ല. ഷംസീറിനേക്കാൾ വളരെ ജൂനിയറായ മുഹമ്മദ് റിയാസ് എവിടെ എത്തി? അത്രയും എത്തിയില്ല. ഇപ്പോഴും മുഹമ്മദ് റിയാസിനേക്കാൾ സീനിയറായ ഷംസീർ ഇപ്പോഴും സംസ്ഥാന CPM സംസ്ഥാന കമ്മിറ്റി അംഗവും മുഹമ്മദ് റിയാസ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്. ഇത്തവണ സീറ്റും കൊടുത്തില്ല. കണ്ടവർക്ക് എല്ലാവർക്കും 3-ാം ടൈം സീറ്റ് കൊടുത്തപ്പോൾ ഷംസീറിന് സീറ്റ് പോലും കൊടുത്തില്ല. ഷംസീർ അതായത് മത്സരിച്ച ഏതാണ്ട് 52ഓളം സിറ്റിംഗ് MLA-മാർക്ക് സീറ്റ് കൊടുത്തിട്ട് ഷംസീറിന് മാത്രം കൊടുത്തില്ല. എന്താണ് കാരണം ചോദിക്കാൻ, മരുമോനെ വളർച്ചയ്ക്ക് വേണ്ടി വെട്ടിനിരപ്പാക്കി എന്നുള്ളതാണ് അതിന്റെ ഉത്തരം. അതെ. അപ്പോൾ എന്തായാലും ഈ വെള്ളാപ്പള്ളി നടേശൻ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഓർമ്മയുണ്ടല്ലോ, ഈ BDJS രൂപീകരിച്ചപ്പോഴൊക്കെ വെള്ളാപ്പള്ളി നടേശനല്ലേ അതിന്റെ മുന്നിൽ നിന്ന ആൾ. പിന്നീട് അദ്ദേഹം വളരെ തന്ത്രപൂർവ്വം അത് മകനെ അങ്ങ് ഏൽപ്പിച്ചിട്ട് പതുക്കെ ഇപ്പുറത്തോട്ടങ്ങ് മാറി. അതായത് കേന്ദ്ര സർക്കാരിനെ ഭരിക്കുന്ന BJPയുടെ ഭാഗമായി തുഷാർ വെള്ളാപ്പള്ളി നിൽക്കുമ്പോൾ കേരളം ഭരിക്കുന്ന CPM ഭാഗമായി വെള്ളാപ്പള്ളി നടേശനും നിലയുറപ്പിച്ചു. അതുകൊണ്ട് രണ്ട് ഭാഗത്തുനിന്നും ഉള്ള അതിൻ്റെതായ ഗുണം. കാരണം വെള്ളാപ്പള്ളിക്ക് ഒരുപാട് പേടിക്കേണ്ട കാര്യമുണ്ട്. ഈ മടിക്കാനുള്ളവനെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞില്ല, അന്ന് പിണറായി വിജയൻ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നില്ല മടിക്കാനുള്ളവന് ഭയക്കണമെന്നുള്ളത്. മടിക്കാനുള്ളത് കൊണ്ട് തന്നെയാണ് പിണറായി ഒപ്പം നിന്നത്. പിണറായിക്ക് പിന്നെ ഒരു ഗുണമുണ്ട്, ഈ ഇത്തരത്തിലുള്ള ആളുകൾ ആര് വന്നാലും അവർ രണ്ടേ നീട്ടി സ്വീകരിക്കും. പ്രശ്നക്കാരെ കണ്ടു കഴിഞ്ഞാൽ. അതിന് വേറൊരു കാര്യമുണ്ട്, പിണറായി വിജയൻ്റെ അടുത്ത് അങ്ങനെയുള്ള ആരും അധികം പോകാറില്ല. പിണറായി വിജയൻ വളരെ രൂക്ഷഭാവമുള്ളവരാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹം അത്രത്തോളം രൂക്ഷഭാവമുള്ള വ്യക്തിയല്ല. അങ്ങനെ കുറച്ചുപേര് മാത്രമേ അടുത്തോട്ട് പോകാറുള്ളൂ. ഈ അടുത്തോട്ട് പോകുന്നവർക്കെല്ലാം ആ സ്നേഹം ആവോളം കിട്ടും. പക്ഷെ ചെല്ലുന്നവരെല്ലാം കള്ളന്മാരാവുന്നതാണ് പുള്ളിയെ ഈ തരത്തിൽ ആക്കിയെന്നുള്ളതാണ്. അതൊരു പോയിന്റാണ്. ചെല്ലുന്നതൊക്കെ ഇത്തരക്കാരായിരിക്കും എപ്പോഴും. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് സൗമ്യ മുഖമുള്ള ശിവശങ്കർ ആയിരുന്നു. ശിവശങ്കറെ പിണറായി വിജയൻ ഒരുപാട് വിശ്വസിച്ചതിന്റെ ഫലമാണ് രണ്ടാം പിണറായി സർക്കാരിനെയും ബാധിച്ചത്. അതെ, അത് ശരിയാണ്. അപ്പോൾ ഇത് ഏതായാലും ഈ വെള്ളാപ്പള്ളി നടത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് അന്ന് ഇയാളെടുത്ത നിലപാട് എന്തായിരുന്നു നമുക്കറിയാം. പക്ഷെ പിന്നീടായപ്പോഴോ നിലപാട് അങ്ങ് മാറ്റി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ മതിലുകെട്ട ഇറങ്ങി നവോത്ഥാന നായകനായി അദ്ദേഹം. നവോത്ഥാന നായകനായി ഉറച്ചു നിന്നു. അപ്പം നവോത്ഥാന മതിലുകെട്ടുന്ന വെള്ളാപ്പള്ളി തന്നെ വിശ്വാസ പ്രശ്നം വരുമ്പം അങ്ങോട്ടാണ് ചാഞ്ഞു നിന്നത്. കൃത്യമായ ഒരു നിലപാട് പുള്ളിക്ക് ശബരിമല വിഷയത്തിൽ പോലും ഒരിക്കലും ഉണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ പുള്ളിയുടെ ഭാര്യയ്ക്ക് വെള്ളാപ്പള്ളിയേക്കാൾ ഉറച്ച നിലപാട് ആ വിഷയത്തിൽ ഉണ്ടായിരുന്നു ആദ്യം മുതൽ തന്നെ. അവിടെ തന്നെ അവരിപ്പോഴും ഉറച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ വെള്ളാപ്പള്ളി നടേശൻ കുറെ പിണറായി വിജയൻ്റെ കൂടെ നിൽക്കും, കുറെ അയ്യപ്പൻ്റെ കൂടെ നിൽക്കും. ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രിയുടെ കാറിൽ കയറിയുള്ള വരവുണ്ടല്ലോ,
മുഖ്യമന്ത്രിയുടെ കാറിൽ ഇപ്പോൾ നമുക്ക് ആർക്കാണെങ്കിലും കയറാം, പക്ഷെ അങ്ങനെ അല്ലല്ലോ. മുഖ്യമന്ത്രി ഉള്ളതിനേക്കാളും വില കൂടിയ കാറാണ്. അത് മുസ്ലിം സമുദായത്തിനുള്ള സന്ദേശം വളരെ മോശമായിരുന്നു. അതിന്റെ ഫലം ഉണ്ടായി. അതെല്ലാം CPM-ന്റെ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം ഷംസീറിനെ പറയുമ്പോൾ വെള്ളാപ്പള്ളിയെ CPM-നെ കടന്നാക്രമണം നടത്തേണ്ടി വരുന്നത്. അല്ലാത്ത പക്ഷം ഇതൊരു വിഷയമായി ഷംസീർ എന്ന സംസ്ഥാന കമ്മിറ്റിയിലൊക്കെ ഉന്നയിക്കാം. അതെ, ഷംസീർ കഴിഞ്ഞ 5 കൊല്ലം സ്പീക്കർ ആയതുകൊണ്ട് സംസ്ഥാന സമിതിയിലൊന്നും വരത്തില്ല. യഥാർത്ഥത്തിൽ ഷംസീർ ഉയർത്തിപ്പിടിക്കുന്നത് കോടിയേരി ബാലകൃഷ്ണന്റെ ലെഗസിയാണ്. കോടിയേരി ബാലകൃഷ്ണന്റെ പടവുമായിട്ട് സ്പീക്കറിന്റെ ഓഫീസിലും വീട്ടിലും കഴിഞ്ഞ ഒരു വ്യക്തിയാണ് ഷംസീർ. ഷംസീർ അവിടുന്ന് ഇറങ്ങുന്നവരും കോടിയേരിയുടെ പടവുമായിട്ടാണ്. അപ്പോൾ കോടിയേരിയുടെ ലെഗസി ഉയർത്തിപ്പിടിക്കുന്ന ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റാണ് ഷംസീർ. പക്ഷേ മുഹമ്മദ് റിയാസിന് വേണ്ടി ഷംസീറിനെ വെട്ടിയൊതുക്കപ്പെടുകയും ചെയ്തു. ഒരുപക്ഷെ കോടിയേരി ബാലകൃഷ്ണൻ അതിശക്തനായി ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെയൊന്നും സംഭവിക്കില്ല, അവസ്ഥ വരില്ലായിരുന്നു. മാത്രമല്ല പിണറായി പോലെ സീനിയർ തന്നെയാണ് കോടിയേരി. അപ്പം തലശ്ശേരിയില് കോടിയേരിയുടെ പിൻഗാമിയായിട്ടാണ് ഷംസീർ മത്സരിക്കുന്നത്. അതിന് പിന്നിൽ പോലും കോടിയേരി ബാലകൃഷ്ണന്റെ ശക്തമായ കരങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് അപ്പം തന്നെ സീറ്റ് ഇവർ കൊടുക്കത്തില്ലായിരുന്നു. അപ്പൊ അങ്ങനെ ഷംസീർ ഉയർത്തും. കോടിയേരിയുടെ ലെഗസി പിടിക്കുന്ന ഷംസീറിന് ഇനി തിരിഞ്ഞും പിരിഞ്ഞും ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, പാർട്ടിയെ നന്നാക്കുക എന്നുള്ളതാണ്. ഇപ്പൊ കോടിയേരി ബാലകൃഷ്ണന്റെ ബോഡി പോലും AK സെന്ററിൽ കൊണ്ടുവരാത്തതൊക്കെ വലിയ വിഷയമാവുകയും വലിയ ചർച്ചയാവുകയൊക്കെ ചെയ്തതാണ്. അതും ഈ തോൽവികൾക്കൊക്കെ അത്തരം കോടിയേരി ബാലകൃഷ്ണനോട് കാണിച്ച അനീതിയും സഹാക്കളെ പാർട്ടിയിൽ നിന്ന് അകറ്റി എന്നുള്ളതാണ്. കോടിയേരി ബാലകൃഷ്ണന്റെ മൃതദേഹം എങ്ങനെയെങ്കിലും പെട്ടെന്ന് കണ്ണൂർ വെച്ച് സംസ്കരിച്ചിട്ട് അടുത്ത ഫ്ലൈറ്റ് കയറി പോവുകയാണ്. അതെല്ലാം കണ്ണൂരിൽ പാർട്ടിയുടെ അടിത്തറ ഇളക്കിയിട്ടുണ്ട്. അപ്പം അവിടെയുള്ള ഷംസീർ ഈ വിഷയങ്ങളെല്ലാം സംസ്ഥാന കമ്മിറ്റിയിൽ ചർച്ചയാക്കിയാൽ വെള്ളാപ്പള്ളിയും പിണറായി വിജയനുമുള്ള പഴയ ബന്ധം എല്ലാം വരും. അത് ഒഴിവാക്കാൻ വേണ്ടി കൂടിയാണ് പെട്ടെന്ന് തന്നെ ഈ വെള്ളാപ്പള്ളിയെ പിണറായി തന്നെ നേരിട്ട് തള്ളിപ്പറഞ്ഞത്. അല്ലെങ്കിൽ അതിന്റെ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ വേറെ തലത്തിൽ എത്തുമായിരുന്നു. ഒരുപക്ഷെ കേന്ദ്ര കമ്മിറ്റി തന്നെ അടുത്ത കേന്ദ്ര കമ്മിറ്റിയിൽ ചോദിക്കും, ഞങ്ങൾ പറഞ്ഞിട്ടും അങ്ങേരെ ഇപ്പോഴും ഓൺ ചെയ്യാണോ എന്ന് ചോദിക്കും. അതെല്ലാം മനസ്സിലാക്കിയാണ് പിണറായി വിജയൻ എന്തായാലും കൃത്യസമയത്ത് ഷംസീറിന്റെ വിഷയത്തിൽ പിണറായി പറഞ്ഞത് വെള്ളാപ്പള്ളി പറഞ്ഞ കാര്യങ്ങൾ അസംബന്ധം എന്നാണ്. അസംബന്ധം ആ വാക്കെന്തായാലും പറയും. എന്തായാലും അസംബന്ധം എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഇത് അദ്ദേഹത്തിന് ഷംസീറിന്റെ പാർട്ടിയിൽ അർഹിക്കുന്ന സ്ഥാനങ്ങൾ കൊടുക്കുക, പദവികൾ കൊടുക്കുക, അംഗീകാരങ്ങൾ കൊടുക്കുക, ഷംസീറിനെ മത്സരിപ്പിക്കുക. പക്ഷെ ഷംസീറിനെ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ മത്സരിപ്പിക്കുമായിരിക്കും. കണ്ണൂരിൽ വളരെ വ്യക്തമായി തന്നെ മത്സരിപ്പിക്കുമായിരിക്കും. അടുത്ത വടകര ആവാതിരുന്നാ നല്ലത്. എവിടെയെങ്കിലും ഒരിടത്ത് അതേ പരിപാടി ഷംസീറിനോട് അടുത്ത തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചെയ്യുകയില്ല. ഷംസീർ ജനകീയനല്ല എന്നൊക്കെ വരുത്താനൊക്കെ ശ്രമിക്കും. പക്ഷേ വേറൊരു കാര്യമുള്ളത്, ഇനിയിപ്പോൾ നടക്കാൻ പോണ കോഴിക്കോട് നടക്കാൻ പോകുന്ന വിശാല സംസ്ഥാന സമിതി യോഗമുണ്ടല്ലോ, ആ യോഗം കമ്മ്യൂണിസ്റ്റിന്റെ രീതി അനുസരിച്ച്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ രീതി അനുസരിച്ച് തന്നെയാണ് മുന്നോട്ട് നടത്തുകയാണെങ്കിൽ അവിടെ പിണറായിയും ഈ ഗോവിന്ദന് സമാനം പറയേണ്ടി വരും. അല്ല, ആ വിശാല സംസ്ഥാന സമിതിയിലും വെള്ളാപ്പള്ളിക്കെതിരായ നിലപാടുകൾ പലരും ഉയർത്തും. അതൊക്കെ കൂടെ മനസ്സിലാക്കിയാണ് ഇപ്പം ഈ തള്ളിപ്പറയൽ ഉണ്ടാകുന്നത്. തള്ളിപ്പറയുമ്പോഴും വെള്ളാപ്പള്ളിയോട് പറഞ്ഞിട്ടാണോ ഞാൻ തള്ളിപ്പോ ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ആണോ എന്നുള്ളതാണ് ഇനി അറിയുന്നത്. നമ്മുടെ നാട്ടിൽ പണ്ട് ചില രാഷ്ട്രീയ നേതാക്കന്മാരെ കുറിച്ച് കേട്ടിട്ട് പ്രാദേശിക തലങ്ങളിലൊക്കെ ഇവര് സ്ഥലത്തെ SIക്കെതിരെയൊക്കെ പ്രതിഷേധ പഠനം നടത്തും, ഞങ്ങൾ പാർട്ടിക്കാർ തല്ലിയെന്ന് പറഞ്ഞു. പക്ഷേ അതിന് മുമ്പ് തന്നെ ഇവർ രഹസ്യമായിട്ട് ആളെ വീട്ടിൽ ചെന്നിട്ടുണ്ട്, പൊന്നെ സാറേ ഞങ്ങൾ 4 ചീത്ത വിളിക്കും, തന്തയ്ക്ക് വിളിക്കും, ഒന്നും കൊണ്ടല്ല എനിക്ക് എൻ്റെ നിലവിൽ പണ്ട് വയറ്റിപ്പഴപ്പാണെന്ന് പറയും. ശരി എന്നാൽ വിളിച്ചോ എന്ന് പറയുന്ന ആ ഒരു പരിപാടി ഉണ്ടായിരുന്നു പറയും. അതിന്റെ വേറെ പതിപ്പാണോ? വെള്ളാപ്പള്ളി നേരിടുന്ന വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസും വെള്ളാപ്പള്ളിക്ക് കൈ കൊടുക്കില്ല. ഇല്ല, നിലവിലെ സാഹചര്യത്തിൽ ചില നേതാക്കന്മാരുന്ന കാല് വീണുവെങ്കിൽ പോലും അതെ മുസ്ലിം ലീഗ് വളരെ ശക്തമായ നിലപാടെടുക്കാൻ പറ്റത്തില്ല. BJPയിലും ആ പിടി ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം ഇയാളെ പ്രൊട്ടക്ട് ചെയ്തിട്ട് അവർക്ക് എന്ത് പറയാം? BDJസിന്റെ പ്രകടനമൊക്കെ അവര് വിലയിരുത്തുന്നുണ്ട്. അതേപോലെ വോട്ടൊന്നും കിട്ടുന്നില്ല, അവർക്ക് അങ്ങനെ പിടിച്ചിരിക്കാൻ പറ്റില്ല. മാത്രമല്ല ഈ സമുദായ ഇയാളെ കൂടെ അല്ല എന്നുള്ള സത്യം കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട്. ഇയാളെവിടെ എന്താണോ തീരുമാനം വിളിച്ച് പറയുന്നത് വിപരീതമായിട്ട് സമുദായം പ്രവർത്തിക്കുകയുള്ളൂ എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാക്കണം. അപ്പോൾ ഈ പണ്ട് പോലെ കൺവെൻഷനായി തുടങ്ങുന്ന രീതിയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പ്രധാനപ്പെട്ട സമുദായ സംഘടന നേതാക്കളെ കൂടെ നിർത്തണം. കാരണം ഈ സമുദായം മുഴുവൻ ഇവരെ കൂടെയാണെന്ന് തെറ്റിദ്ധാരണ എങ്ങനെയോ ഈ നേതാക്കന്മാർക്ക് പണ്ടുണ്ടായത്. അങ്ങനെ അല്ല എന്നുള്ള തിരിച്ചറിവ് VD സതീശൻ ഉണ്ടായി. ഉണ്ടായി. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വെള്ളാപ്പള്ളി നടത്തിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒരുപാട് പേടിക്കേണ്ട കാര്യങ്ങളുണ്ട്. കാരണം ഒരുപാട് കേസും ജയിലിൽ പോകേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് താങ്ങിയേ പറ്റുള്ളൂ. പക്ഷേ ഇനി എങ്ങോട്ട് പോകും എന്നുള്ളതാണ് ചോദ്യം. എന്തായാലും CPM-ന് വെള്ളാപ്പള്ളിയെ ഈ ഷംസീർ പരാമർശം കൂടി വന്നോടെ ഇനി ഒരു തരത്തിലും കുറച്ചു കാലത്തെങ്കിലും അടുപ്പിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ. KK രാഗേഷ് മാത്രമാണ് അതിന് CPM നേതാക്കൾ മറുപടി പറഞ്ഞത്. വെള്ളാപ്പള്ളിക്ക് ഒരു മറുപടി അതിശക്തമായി തന്നെ രാഗേഷ് ആദ്യത്തെ ദിവസം തന്നെ പറഞ്ഞു. അതിനൊക്കെ കാരണം പറഞ്ഞാൽ CPM കേന്ദ്ര കമ്മിറ്റിയുടെ വിലയിരുത്തലുകളാണ്.
അപ്പോൾ ഈ വെള്ളാപ്പള്ളിയെ ഇനി ചുവന്നുകൊണ്ട് നടന്നാൽ ചുവന്നവനും പെടും എന്നുള്ള സത്യം അവർക്ക് മനസ്സിലായി. മനസ്സിലായി. ഉദാഹരണം പറഞ്ഞാൽ മലപ്പുറം ജില്ലയിലെ പൊന്നാനി സീറ്റ് ആലോചിച്ചു. പൊന്നാനിയിൽ എത്രയോ വർഷമായി CPM-ന്റെ ഒരു കുത്തക സീറ്റ് പോലെ ഇരുന്നതാണ്. ശ്രീരാമകൃഷ്ണനും അതിനൊപ്പം എത്രയോ പേര് പ്രധാനപ്പെട്ട ആൾക്കാരെല്ലാം ജയിച്ചു വന്ന മണ്ഡലമാണ് പൊന്നാനി. അവിടെ അവരൊരു തോറ്റു. അവിടെ തോറ്റേണ്ട കാര്യം അവിടെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിന് വലിയ വീഴ്ച CPM-ന് സംഭവിച്ചു. അല്ല, അവർക്ക് രണ്ട് തവണ രണ്ട് തവണ MLA-മാരെ മത്സരിക്കുന്നവർക്കാണ് ഈ മത്സര വിലക്കുള്ളത്. പക്ഷേ പൊന്നാനിയിൽ മാത്രം ഒരു തവണ ഉണ്ടായിരുന്നു. അതാണ് ഇഷ്ടമില്ലാത്ത അച്ചു തുടർന്ന കുറ്റം തോന്നാല്. ഇഷ്ടമില്ലാത്തവരൊക്കെ ഇവർ ന്യായം പറഞ്ഞ് മാറ്റി നിർത്തി. അതെ, കഴിഞ്ഞ തവണ തന്നെ അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കുന്നതിന് പിണറായി വിജയൻ എതിർപ്പായിരുന്നു. പക്ഷേ അവിടുത്തെ ജനങ്ങൾ അല്ലെങ്കിൽ അണികൾ VS അച്യുതാനന്ദന് സീറ്റ് വാങ്ങിച്ചു കൊടുത്തതിന് സമാനമായൊരു ഇതൊക്കെ ഉണ്ടായിട്ടാണ് അവിടെ പറഞ്ഞ ജനകീയരായ ആളെ കാണുമ്പോൾ പിണറായിക്ക് ഹാലളവും. അതൊരു പ്രശ്നമാണ്. പുള്ളിക്ക് അത് ഇഷ്ടമല്ല. ഇവിടെ ഒരു രാജാവ് ഞാനാണ്, ഞാൻ മതി, വേറെ രാജാവ്. കോട്ടയത്തെ ജനകീയനായ സുരേഷ് കുറുപ്പിനെ വെട്ടി, ആലപ്പുഴയിലെ G സുധാകരനെ വെട്ടി, എല്ലാം ഓരോ ജില്ല എടുത്ത് നോക്കും. ഓരോ ജില്ലയിലും കണ്ണൂരിൽ TK ഗോവിന്ദനെ വെട്ടി. അല്ല, അതുപോലെ തളിപ്പറമ്പില് മറ്റേ അദ്ദേഹത്തിന് ഞാൻ കണ്ണൂരിലെ TK ഗോവിന്ദനാണെങ്കിലും അദ്ദേഹം കണ്ണൂരിലെ ഒരു രാഷ്ട്രീയത്തിൽ ശക്തനായിരുന്നു. TK ഗോവിന്ദനെ വെട്ടിയത് കൊണ്ട് മാത്രമാണ് കണ്ണൂരില് പയ്യന്നൂരിൽ പോലും തോൽക്കുന്ന അവസ്ഥ വന്നത്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഏതായാലും CPM-ന്റെ പ്രവർത്തന സമയത്തോളം ഇത് വളരെ ആശ്വാസകരമായിരുന്നു തീരുമാനമാണ് ഇയാൾ തള്ളി പറയുന്ന തീരുമാനിച്ചത്. കാരണം അവർ ആ പെട്ടിരിക്കുകയായിരുന്നു. കാര്യം പിണറായി പറയുന്നത് എതിർക്കാനും പറ്റില്ല. ഇയാൾ പിണറായിയുടെ ദേഹത്തോടെ മറ്റേ ഏൻഷ്യന്റ് ബാനറിൽ മറ്റേ CPM-ന്റെ പ്രാദേശിക നേതാക്കൾ വരെ വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനകൾക്കെതിരെ ശക്തമായ രംഗത്ത് വരും. ഇന്നിപ്പോൾ എല്ലാവരും കൂടെ കൂട്ടത്തോടെ എതിർക്കും. പിണറായിക്ക് തള്ളിക്കളയാനും പറ്റില്ല സ്വന്തം അണികൾ. അപ്പോൾ അതൊരു വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. കേരള രാഷ്ട്രീയത്തിൽ CPM പൊളിറ്റിക്സിൽ വളരെ നിർണായകമായൊരു ഷിഫ്റ്റ് തന്നെയാണ് ഇതിലൂടെ സംഭവിച്ചിരിക്കുന്നത്. കാരണം വെള്ളാപ്പള്ളി ദേശം സമയാസമയങ്ങളിൽ പിണറായി മാത്രം അനുകൂലിക്കും, പാർട്ടി ഒരിക്കലും ഇയാൾ അനുകൂലിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് സ്ഥാപിത താല്പര്യങ്ങളുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. പിന്നെ സമുദായം ഇയാളെ കൂടെ അല്ല എന്നുള്ള സത്യവും വൈകിയെങ്കിലും ഈ പ്രസ്ഥാനത്തിൽപ്പെട്ടവർ മനസ്സിലാക്കി കാണുമെന്ന് കരുതുന്നു. VD സതീശനാണ് ആ ഭാഗത്തോട്ട് അടുപ്പിക്കുകയില്ല. വൈകിയെന്ന് പറഞ്ഞാൽ ഈ ഇലക്ഷൻ്റെ വോട്ടിംഗ് പാറ്റേണും ഫലവും എല്ലാം പരിശോധിച്ചാൽ അത് മനസ്സിലാക്കാനും പറ്റും. അപ്പോൾ എന്താണെങ്കിലും വെള്ളാപ്പള്ളി ഔട്ട്, കടക്കു പുറത്ത് എന്ന് CPM നേതാക്കൾ പറഞ്ഞു. ഇനി വെള്ളാപ്പള്ളിക്ക് കറിവേപ്പിലയുടെ സാധനമാണ് ഇനിയിപ്പം CPM-ൽ ഉള്ളത് എന്ന് ഇതോടുകൂടി ആവശ്യം കഴിഞ്ഞു എടുത്ത് വെളിയിൽ കളഞ്ഞു.